അത്ര തന്നെ. സത്യത്തിൽ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ കേരള കോൺഗ്രസ് ബി എന്ന പാർട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ എന്ത് പ്രാധാന്യമാണ് ഉള്ളത് എന്ന്. ഈ പാർട്ടിക്ക് ഒരു ഭരണഘടന ഉണ്ടാകുമോ? എന്തെങ്കിലും നയം ഈ പാർട്ടിക്ക് പങ്കുവയ്ക്കാൻ ഉണ്ടാകുമോ? എന്തെങ്കിലും ഒരു ആദർശം ഉണ്ടാകുമോ? അപ്പപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുക, പിന്നെ കാണുന്നവനെ അമ്മാവ എന്ന് വിളിക്കുക, ഇതൊക്കെ തന്നെ. എന്നിട്ടാണ് മൈക്ക് കിട്ടുമ്പോൾ മറ്റുള്ളവരെ മര്യാദ പഠിപ്പിക്കാൻ നടക്കുന്നത്. ഗവൺമെന്റ് ജീവനക്കാരെ മര്യാദ പഠിപ്പിക്കുന്നു, അധ്യാപകരെ മര്യാദ പഠിപ്പിക്കുന്നു, സിലബസ് പരിഷ്കരിക്കാൻ നടക്കുന്നു. എന്താ അല്ലേ? തന്റെ 24 വർഷത്തെ പ്രവർത്തനങ്ങൾ മറക്കരുത് എന്നാണല്ലോ മന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. ഇല്ല, 24 വർഷത്തിനിടയിൽ നടന്ന ഒന്നും നാട്ടുകാർ മറക്കില്ല. പണ്ട് കമ്പിപ്പാരയുമായി പാഞ്ഞു ചെന്ന് ഒരു പാവം അധ്യാപകനോട് കാണിച്ച ക്രൂരത നാട്ടുകാർ മറക്കുമോ? ഇല്ല. സരിതാ നായരുമായിട്ടുള്ള ഇടപാടുകൾ നാട്ടുകാർ മറക്കുമോ? ഇല്ല. അച്ഛൻ സ്വന്തം മകനെ തള്ളിപ്പറഞ്ഞത്, ഭാര്യയിൽ വിശ്വാസമുള്ളതുകൊണ്ട് മാത്രം അച്ഛൻ മകനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞത്, മകനെ രാഷ്ട്രീയത്തിൽ